സൈലൻസിന്റെ ബെനിഫിറ്റ്സ്. നമ്മൾ നമ്മളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ ആരോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ലോകത്ത്? നമ്മളോടാണ്. എല്ലാ ജീവികളും ആ ജീവികളോട് സംസാരിക്കും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെയാണോ എന്നാണ് ചോദ്യം. വാക്കിലാവണമെന്നില്ല, എഴുത്തിലും ആവണമെന്നില്ല. ഓക്കെ, എൻ്റെ ഒരു ഹാഫ് ബ്രദർ ഡഫ് ആൻഡ് ഡമ്മ, അയാളെങ്ങനെ എന്നോട് സംസാരിക്കും? എല്ലാവർക്കും പറ്റുമോ ഇല്ലയോ? ഞാൻ വാക്ക് തുറന്ന് ഒച്ച വരുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ, സൈലൻസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആക്ഷൻ കൊണ്ട് പറയാമല്ലോ. ഡാൻസർ എങ്ങനെയാ സംസാരിക്കണേ? ആക്ഷൻ. കഥകളി എങ്ങനെയാ? പൂജ എങ്ങനെയാ? പൂജയൊക്കെ ആക്ഷനാണ് അല്ലേ? ഇപ്പോൾ ആക്ഷൻ കൊണ്ട് മാത്രം പറ്റും. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ പോകാൻ പറ്റും. കറക്റ്റ്. അപ്പൊ അതിലൊന്നും പെടാതെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇതിനൊന്നും ആവശ്യമില്ല, ആക്ഷനും ആവശ്യമില്ല, ഇന്ദ്രിയങ്ങളും ആവശ്യമില്ല. വെള്ളം തണുപ്പോ ചൂടോ ചോദിച്ചറിയാം, തൊട്ടാലും അറിയാലോ. അപ്പൊ എൻ്റെ സ്പർശം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? സ്മെല്ല് കൊണ്ട് സാധനം അറിയില്ലേ? ഉള്ളിവട എങ്ങാണ്ട് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ലേ? ഉള്ളിവട എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. സ്മെല്ലിലും അറിയാം. ആരെങ്കിലും വിളിക്കുമ്പോൾ പറയുമല്ലോ ഇന്ന ആളാണെന്ന്. അപ്പൊ ഇന്നലെ ഞാൻ നല്ലൊരു രസം ചോദിച്ചു. അവിടെ ഇരിക്കുന്ന നമ്മുടെ ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു. ചോദിച്ചു, പൂച്ച എങ്ങനെയാ കരിയാ? പൂച്ച എങ്ങനെ കരിയാ? വ്യത്യസ്തം 3 സൗണ്ടായി. ആണോ അല്ലയോ? ഇങ്ങനെയാണോ? ആണ്. ഇങ്ങനെയാണോ? ആണ്. ഇങ്ങനെയാണോ? ആണ്. ഇനി നിങ്ങൾ ഇതേ സാധനം ചൈനീസുകാർ 3 ആളെ പിടിച്ചിരുന്ന് ചോദിക്കുക, ഇങ്ങനെയല്ല പറയാം. ജപ്പാനായാലും വ്യത്യാസം നിങ്ങൾക്കറിയോ? അമേരിക്കയിലെ പൂച്ചയുടെ സൗണ്ട് പറയാം. ഓരോ രാജ്യത്തും പൂച്ചയുടെ സൗണ്ട്, പട്ടിയുടെ സൗണ്ടും ഒക്കെ ഡിഫറെൻ്റ് ആണ്. കുട്ടികൾ കരയുന്ന സൗണ്ട് പോലും ഡിഫറെൻ്റ് ആണ് ഓരോ രാജ്യത്തും. ഓക്കെ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും യൂണിഫോം ആണ്. അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. മനം ദർപ്പണ സമാനം എന്നാണ് ശങ്കരൻ പറഞ്ഞത്. മനം എന്ന് പറഞ്ഞാൽ മനസ്സ് ദർപ്പണമാണ് എന്നാണ്. എൻ്റെ ഗുരു മഹാമണ്ഡലേശ്വർ വേദഭാരതി ചൈനയിൽ പോയിരുന്ന് ഇതേപോലെ ക്ലാസ് എടുക്കാൻ ലോകത്തെല്ലായിടത്തും പോകും. അദ്ദേഹത്തോട് എവിടെയാണ് ആശ്രമം എന്ന് ചോദിച്ചാൽ ഒരു 10-30,000 ഫീറ്റ് മുകളിലാണ്. അങ്ങനെ എപ്പോഴും പറക്കലാണ്. നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലമാണല്ലോ ആശ്രമം അല്ലേ? നിങ്ങളുടെ വീട് എവിടെയാന്ന് വെച്ചാൽ മാക്സിമം നിൽക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ. ആരോ ചോദിച്ചോ എൻ്റെ വീട് എവിടെയാണ്? ഞാൻ 360 ദിവസവും ട്രാവലാണ്. പിന്നെ എൻ്റെ വീട് എങ്ങനെയാന്ന് പറയാൻ? ഇടയ്ക്കൊന്ന് ഡ്രസ്സ് മാറാനോ വാഷ് ചെയ്യാനോ പോകുന്നല്ലാതെ അത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് അടിക്കും. ഫൈൻ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയാ? മുകളിലുള്ള. അപ്പം അദ്ദേഹം ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ചൈനീസ് ഭാഷ വരും. അങ്ങനെ പ്രഗത്ഭനായിരുന്നു. വലിയ കഴിവാണ്. മനം ദർപ്പണ സമാനം, മുമ്പിലിരിക്കുന്ന ആളുടെ. പിന്നെ ഇതൊന്നും ആവശ്യമില്ല, സൈലൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത് 400-500 പേരുള്ള ഒരു ഹാളിലാണ്. മൈക്ക് സെറ്റ് ഇല്ല, ഒന്നുമില്ല. മൈക്ക് സെറ്റ് ഇല്ലാണ്ട് 400 സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉറക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുമ്പോൾ ആ തരത്തിൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇതായിരുന്നു എൻ്റെ ശൈലിയെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഈ ശബ്ദത്തിൽ പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ഉറക്കെ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റായ ധാരണ. അപ്പോൾ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ശബ്ദത്തിൽ പറയേണ്ട കാര്യം വളരെ ചെറുതായി പറഞ്ഞാലും സൈലൻ്റ് ആണ് അയാൾ. ആണോ അല്ല? അപ്പോൾ സൈലൻസ് മാസ്റ്റർ സംസാരിക്കുമ്പോൾ, എൻ്റെ ഗുരു സംസാരിക്കുമ്പോൾ ഇതിൽ ഉറക്കം വരില്ല. 400 പേരുള്ള 1000 പേരുണ്ട്, വേണം കേട്ടാൽ മതി. നമ്മുടെയൊക്കെ ധാരണ ഫാൻ സൗണ്ട് ഉള്ളത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഫാൻ സൗണ്ട് എന്ന് പറയുന്നത് വരെ നിങ്ങൾ ആ സൗണ്ട് കേട്ടിട്ടില്ല. ആണല്ലോ? ഈ ചെവിക്ക് ഏത് ഫ്രീക്വൻസി ഫിൽട്ടർ ചെയ്യണം, ഏത് കേൾക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റും. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നൊക്കെ തെറ്റാണ്. അതാണ് സയൻസ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ചെറിയ ശബ്ദം പോലും നമുക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉറക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ നമ്മുടെ ചെവി ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നാണ്.
ഏറ്റവും കൂടുതൽ ചെവി രോഗമുള്ളവരാരാന്നറിയോ കേരളത്തിൽ? ട്രാഫിക് പോലീസുകാരാണ്. സ്ഥിരമായിട്ട് സെൻറ്ററിൽ വന്നിട്ട് കേട്ട് 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 അവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കെ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാരുണ്ടാവില്ല, അവർ സംസാരിക്കുമ്പോഴും സൗണ്ട് കൂട്ടിയിട്ട് സംസാരിക്കും. എന്താ കാരണം? സ്ഥിരമായിട്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദവും കൂടും. പ്രത്യാഹാരം. എന്തിനാ ഇങ്ങനെ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട നോക്കണത്? ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ. ഏത് കാര്യത്തിൽ? ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ വരും. ഓക്കെ, അത് എന്തു ആവാം. ആ അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും ധാരണയിലെത്തും. ആ ധാരണയാണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യത്തിനെ കുറിച്ചും ധാരണ ഉണ്ടോ നോക്കില്ല. എന്താ? ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോക്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അതെന്താണ്? ധ്യാനം. അത് ഭഗവാനാവണമെന്നൊന്നുമില്ല. എൻ്റെ പണിയിൽ എനിക്ക് ധ്യാനം ഉണ്ടായാൽ. ദോശ ഇടാറുണ്ടോ? ഉണ്ടോ? റൗണ്ട് ആവാറുണ്ടോ? ആരോടെങ്കിലും വഴക്ക് പറയുമ്പോൾ റൗണ്ട് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കറക്റ്റ് റൗണ്ട് ആവില്ല ഇല്ലേ? എന്താ കാരണം? നിങ്ങൾ ദോശ ഇടുന്നത് നിങ്ങളുടെ ധ്യാനമായതുകൊണ്ട്. അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയെ എന്ത് പറയാ? ധ്യാനം. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, എനിക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ എൻസിലോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ വേവാണ്. ഓക്കെ, ആ വേവ് നോക്കുമ്പോൾ ഒറ്റ സ്റ്റഡി ആയിരിക്കും. ഇപ്പോഴും ചെയ്താൽ അതേപോലെ. ഇതൊന്നും എൻ്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, എനിക്ക് അറിയാണ്ടിങ്ങനെ പറഞ്ഞു പോണതാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയാലോ. അമ്മ ദോശ ഇടുന്നത് അതേപോലെ. ഇത് വലിയ കാര്യമൊന്നുമല്ല ഈ പറയണത്. ഞാനിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാൾ ഗ്രേറ്റ് ആയിട്ട് ഇയാളെ പൊക്കി പറയാനൊന്നുമില്ല. അമ്മ ദോശ ഇടുന്നതും ഇദ്ദേഹം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ചിട്ടാണോ ഡ്രൈവ് ചെയ്യണത്? ABCD ആണ് ഡ്രൈവിങ്. എന്താണ് ഡ്രൈവിങ്? ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അല്ലേ? ഡ്രൈവിങ് ABCD. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് എവിടെ ചവിട്ടണം, എപ്പോൾ ചവിട്ടണം എന്നൊക്കെ ആലോചിച്ച് പഠിക്കുമ്പോഴാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴോ വളരെ കാഷ്വലാവും. പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ ആരും മിണ്ടരുത് കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾ നമ്മൾ തവര കൂട്ടിയിട്ട് ഓടിക്കാൻ തുടങ്ങും. അല്ലേ? അത്ര കാഷ്വലായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? അതാണ് ശരിക്കും പറഞ്ഞ ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാല് ഒരു പണി കൊടുക്കാണ്ട് കണ്ണും പൂട്ടിരുന്നിട്ട് ഭഗവാനെ ഹരിശ്രീ രാമകൃഷ്ണ എന്ന് പറയുന്നതല്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഏതാ ഏറ്റവും നല്ല മന്ത്രം? എനിക്കറിയില്ല. മഹാമന്ത്രം ഏതാ? നിങ്ങളിപ്പോ സൈലൻസിലായ? കലികാലത്ത് ഏറ്റവും നല്ല മന്ത്രം ഏതാ? ഹരേ രാമ. എന്താ ഇതിനർത്ഥം? മോക്ക പ്രായത്രി ആരാ ഹരേ രാമ എന്ന് പറയാ? അതെ, മോക്ക് പ്രായത്രി. എന്റെ മോൾക്കോ? എനിക്കോ? എന്റെ മോൾക്ക് 15 വയസ്സ്. മോളെ പഠിപ്പിക്കരുത്, നിങ്ങൾ ചൊല്ലിക്കോ. എന്താ ഹരേ രാമ എന്ന് പറഞ്ഞ അർത്ഥം? രാമ എന്നെ കട്ടുകൊണ്ടോണേ, എന്നെ കട്ടുകൊണ്ടോണേ എന്നാണ്. അറിയോ അത്? ഹരേ എന്നൊന്നെന്താ? കക്കൂ കക്കൂ എന്നാണ് പറയുന്നത്. ആരെയാ കക്കേണ്ടത്? അടുത്ത വീട്ടിൽ ആരെങ്കിലും രാമന്റെ പേരിട്ടിട്ട് മാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം വൈകുന്നേരം എല്ലാ ദിവസവും രാമ എന്നെ കൊണ്ടോ, എന്നെ രാമ കൊണ്ടോ. പിന്നെ അടുത്ത ആൾ കൃഷ്ണൻ എന്ന് പേരിട്ട് രണ്ടാളും കൂടി പിടിച്ചുകൊണ്ടുപോകും. രാമ കട്ടുകൊണ്ടുപോകും, കൃഷ്ണ കട്ടുകൊണ്ടുപോകും എന്നാ പറയുന്നത്. അതിനർത്ഥം ഞാൻ അറിഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് ലയം പ്രാപിക്കില്ല, എന്നെ അറിയാതെ എടുത്തുകൊണ്ടോണേന്ന്. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരടുത്തും ഭഗവാന്റെ അടുത്ത് പോവും. എന്നാ ശരി പറഞ്ഞ അയാളെ പിടിക്കാൻ പോയാലോ? ഇപ്പായിട്ട് ഇല്ലേ? അറിയാതെ എന്നെ കൊണ്ടുപോകാൻ സഹായിക്കണേ ഭഗവാൻ എന്ന് ചൊല്ലുന്നതാണ്. ഇനി ചെല്ലുമ്പോൾ ആലോചിച്ചോളൂ. ഞാൻ പറയാണ്, നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊന്നും വിളിച്ചു പോരുത്. അടുത്ത ആളൊക്കെ കൃഷ്ണൻ രാമനൊക്കെ വന്നിട്ട് ഇയാളെ കട്ട്നാപ്പ് ചെയ്തോണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പോരെ? പോലീസ് പറഞ്ഞാൽ പോരെ? ഇല്ലേ? ഇവിടെ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് അയാളെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കേസ് നടക്കില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ. ഓരോ വാക്കിനും എന്താ അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്? എന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീരത്തെ അല്ല, എൻ്റെ ആത്മാവിനെ അങ്ങയിലേക്ക് ലയം പ്രാപിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഥിരമായിട്ട് പണി ചെയ്യാൻ പറ്റുന്ന ആളാക്കിയിട്ട് മാറ്റണേ എന്നാണ്. രാമനും കൃഷ്ണനൊക്കെ വിഷ്ണുവിന്റെ അവതാരമാണ്. വിഷ്ണു ആക്ഷന്റെ ഭഗവാനാണ്, കർമ്മത്തിന്റെ ഭഗവാനാണ്. കർമ്മം എങ്ങനെ ചെയ്യണം? ജ്ഞാനത്തോടു കൂടി ചെയ്യണം, അറിവോടുകൂടി ചെയ്യണം.
എല്ലാ യോഗ ചെയ്യുന്ന സമയത്തും ഞാൻ എന്തിനാ ചെയ്യണേ, ആ ചോദ്യം നമുക്കുണ്ടാവും. അത് എങ്ങനെ ചെയ്യണം? ധ്യാനത്തോടുകൂടി ചെയ്യണം. ഇതൊക്കെ കമ്പൈൻഡ് ആയാൽ ബിക്കം പെർഫെക്റ്റ്. പിന്നെ എത്തിപ്പെടുന്ന ഒരു സാധനമാണ് എന്ത്? മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ സമാധി പഠിപ്പിക്കാന്ന് പറയും. ഇതുവരെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ത്? സമാധി. അത് നിങ്ങൾ എത്തിപ്പെടേണ്ടതാണ്. ഈ ഇതുവരെയൊക്കെ എത്താം. ഞാൻ അമേരിക്ക പോയ സമയത്ത് ഈ യോഗ സെന്റർ നടക്കുന്ന ഒരാള് മെഡിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ഞാൻ ചെയ്യില്ല. ഒരാൾക്കും പറ്റാത്ത സാധനം ഈ മെഡിറ്റേഷൻ സെന്റർ. ഏതുവരെ ആവാം. ലാസ്റ്റ് മെഡിറ്റേഷന്റെ തൊട്ട് മുമ്പ്, സമാധിയുടെ തൊട്ട് മുമ്പുള്ളത് ധ്യാനം വരെ ആവാം. അതുകൊണ്ട് മാറിയിട്ട് ധ്യാനം സെന്റർ ആക്കാൻ പോകും. അങ്ങനെയാണ് ചെയ്യാം. ധ്യാനം വരെ കൊണ്ടുപോകാം. നമുക്ക് നിങ്ങളെയൊക്കെ ധ്യാനിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ എത്തുമ്പോഴാണ് നമ്മളിപ്പോ എങ്ങനെ ചെയ്യാ? 10 മിനിറ്റ് മെഡിറ്റേഷൻ സ്കൂളുകളിലൊക്കെ അല്ലേ? മഹാമണ്ഡത്തര. അങ്ങനെ 10 മിനിറ്റ് ഒന്നും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഞാൻ എല്ലാം മറന്നു പോകുന്ന സമയം. പിന്നെ 10 മിനിറ്റ് ഉണ്ടോ അവിടെ? ഉണ്ടോ? സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെന്ത് മെഡിറ്റേഷൻ? അങ്ങനെ എട്ടേൽ ഓടിപ്പോണ്ട സംഭവം ഒന്നല്ല.